ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. അപ്പോൾ നമുക്ക് കുബൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിന്, അതായത് ഒരു ഹാഫ് കപ്പോളം വെള്ളവും, അത് ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതൊക്കെ ഒഴിച്ച് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു 4 കപ്പോളം മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ മൈദപ്പൊടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പറ്റൽ മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും കുബൂസിൻ്റെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം ഇതാ നമ്മളെ മാവൊക്കെ ഇവിടെ പൊങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് മാവിലേക്ക് വിതറി കൊടുത്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. അന്നേരം നമുക്ക് നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതേപോലെ 2 ബൗളാക്കിയിട്ട് മാറ്റിയെടുക്കാം. കാരണം ഇത് നിങ്ങൾക്ക് ഓരോ ബൗളാക്കിയിട്ട് പരത്തിയെടുത്താലും മതി. പക്ഷേ ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ കയ്യേണ്ടുള്ളത് കൊണ്ട് 2 ബൗളാക്കിയിട്ട് മാറ്റി ആ ഒരു ബൗൾ എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നീട്ടി നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തുകയാണ്. ഏകദേശം ഞാനിവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഒത്ത കനത്തിൽ നമ്മൾ കുബൂസിൻ്റെ സൈസ് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ആ ഒരു സൈസിൽ പരത്തി കനം അധികം ഇല്ലാത്ത രൂപത്തിൽ തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നാലൊട്ടും അധികം നൈസുമല്ല. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും സ്റ്റീൽ പാത്രമോ എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതായത് ഒരു റോളിൽ തന്നെ ഞാനിവിടെ ഒരു 4 കുബൂസെങ്കിലും ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം പോലെ, നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ടാണ് ഓരോന്ന് പരത്തിയെടുക്കണമെന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാൻ. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് എനിക്ക് റോളിൽ 4 കുബൂസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുബൂസുകൾ നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഓരോരോ കുബൂസുകളായിട്ടും ഇട്ട് കൊടുക്കാം. ഈ കോട്ടൻ്റെ തുണിയിൽ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പരത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ ചുട്ടെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കോട്ടൺ തുണിയിൽ വെച്ച് നമുക്ക് അത് ഒരു ഹാർഡായി പോയോ ഒന്നുമില്ല. അതിന് മുകളിലും നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് മൂടേണ്ടതാണ്. എന്നിട്ടെല്ലാം പരത്തിയതിന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇങ്ങനെ ചുട്ടെടുത്തതിന് ശേഷവും നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതേ തുണി തന്നെ ഞാൻ പരത്താൻ വെച്ചിരിക്കുന്ന തുണി അതിൻ്റെ ഓരോരോ സൈഡിൽ ഓരോന്നാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചൂട് ആറിയതിന് ശേഷം മാത്രമേ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുള്ളൂ. അതുവരെ ഞാൻ ഈ കോട്ടൻ്റെ തുണി തന്നെയാണ് ഈ ഓരോന്നും ചുട്ടെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കുബൂസ് തന്നെ ആയി വരും. ഇങ്ങനെ നമുക്ക് ഓരോരോ കുബൂസായിട്ട് ചുട്ടെടുക്കാം. നല്ല പൊങ്ങി വരും. നമുക്ക് ഷവർമ്മക്കൊക്കെ കാണുന്നില്ല, 2 ഭാഗം ഇതള് പോലെ വരും. അപ്പം ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വരും. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രോസ്റ്റഡിന് വേണ്ടിയിട്ടാണ്. ബ്രോസ്റ്റഡ് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ബ്രോസ്റ്റഡിൻ്റെ കാണാത്തവർ കാണണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കുബൂസൊക്കെ ഏകദേശം ഞാൻ ചുട്ട് കഴിയാനായിട്ടുണ്ട്.
അത്ര എളുപ്പമാണ് എന്നൊക്കെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. കുബൂസൊന്നും ഒരു പണിയുമില്ല, എളുപ്പത്തിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പൊടി കുഴച്ചത് വെള്ളത്തിലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് പാലൊഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പാലൊഴിച്ചിട്ട് കുഴക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴക്കാം, ഇല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ തന്നെ കുഴക്കാം. ഞാനിവിടെ വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചിരിക്കുന്നത്, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. വെറുതെ പാലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും ബൈ.